ഹലോ ഹായ് വെൽക്കം ടു സൈ ഹായ്. ഡിസംബറൊക്കെ ആയി. അപ്പോൾ ഒരുപാട് പേര് ഇനി ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡെസർട്ടേഷൻ അങ്ങനെ പി ജി ഡെസർട്ടേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതുപോലെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് CSIRൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ CSIR നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണിത്. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആയിട്ടുള്ള വരുന്ന CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 ടേം ആപ്ലിക്കേഷനാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ടേം ഓൾറെഡി ആപ്ലിക്കേഷൻ തീർന്നു കഴിഞ്ഞു. ജാനുവരിയിലുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ജാനുവരിയിലെ നെക്സ്റ്റ് സെഷൻ, ഓക്കെ, സോ സമ്മർ ഇൻറ്റേൺഷിപ്പിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാറായി. അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജാനുവരിയിൽ ഇതിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നവംബർ 15 ഫസ്റ്റ് തീർന്നു കഴിഞ്ഞു. സോ ഡിസംബർ ടു മാർച്ച് വരെയുള്ള സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് 15 നവംബർ വരെ ആയിരുന്നു അവരുടെ ആപ്ലിക്കേഷൻ. സോ നെക്സ്റ്റ് നമുക്ക് ജാനുവരിയിൽ വൈകാതെ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും ആപ്ലിക്കേഷൻ്റെ. സോ അത് ഓൾറെഡി ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സോ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. ഞാൻ എൻ്റെ ലിങ്ക് കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, ആർക്കാണ് എലിജിബിൾ, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് ഇൻറ്റേൺഷിപ്പ് പ്രോജക്റ്റാണ്. സോ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് SC/ST അല്ലെങ്കിൽ EWS ഗ്രാൻസ് കാറ്റഗറി ഇൻസ്പയർ ഫെലോസ് സ്റ്റുഡൻസ് ഫ്രം IIT NIT ISER ആർ എക്സംപ്റ്റഡ് ഫ്രം ഫീ. എസ്പെഷ്യലി പറയുന്നുണ്ട് ഈ കാറ്റഗറിയിലുള്ളവർക്കൊന്നും ഫീ ഇല്ല. പക്ഷേ നമ്മൾ നോർമലായിട്ട് ഈ കാറ്റഗറിയിലല്ല നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോജക്റ്റിന് 2500 പെർ മന്തും, അതേപോലെ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ 5000 പെർ മന്താണ് അവർ ഫീ പേയ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, സോ ഞാൻ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എന്തൊക്കെയാണെന്ന് കാര്യങ്ങൾ കൂടുതലായി പറയാം. സോ PG ഡെസർട്ടേഷൻ ഓർ ഇൻറ്റേൺഷിപ്പ് ആപ്ലിക്കേഷൻ ഡിസംബർ 2024 ഒക്ടോബർ 2025 വരെയുള്ളതാണിത് പറയുന്നത്. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് CSIR NIST റിസീവ് മോർ ആപ്ലിക്കേഷൻ ദാൻ ക്യാൻ ബി അക്കോമഡേറ്റഡ് ഡ്യൂറിങ് ഡിസംബർ ടു ജൂൺ. സോ ഓൾറെഡി ഡിസംബർ ടു ജൂൺ വരെയുള്ള സ്റ്റുഡൻസിന് ഓൾറെഡി സെലക്ഷൻ കിട്ടിയവർക്ക് സ്ക്രീനിങ് ബേസ്ഡ് ഓൺ BSc മാർക്ക് ലിസ്റ്റാണ്. സോ ഇത് PGക്കുള്ള ഡെസർട്ടേഷനാണ്. സോ ഇതിൽ ഒരു ബേസിക്കായിട്ട് അവർ പറയുന്നത് BSc മാർക്ക് വെച്ചിട്ടായിരിക്കും അവർ കാറ്റഗറൈസ് ചെയ്യുക സ്റ്റുഡൻസിനെ. അതേപോലെ കട്ട് ഓഫും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അത് മാർക്കിൻ്റെ ബേസിസിലാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ അവർ പറയുന്നത് ഓൾറെഡി നമ്മൾ ജാനുവരിയുടെ കഴിഞ്ഞതാണ്. ഓക്കെ, ഡിസംബർ ടു ഒരു സെക്ഷൻ കഴിഞ്ഞതാണ്. നവംബറിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് സെഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. സോ അഡ്മിഷൻ ഫോർ ജാനുവരി 2025 സെഷൻ എന്ന് പറയുന്നത് ക്ലോസ് ബൈ 15th നവംബറിൽ കഴിഞ്ഞിട്ടുണ്ട്. സോ സെക്കൻഡ് ഓപ്ഷനാണ് നമുക്ക് റീ ഓപ്പൺ ചെയ്യുന്നത് ഡ്യൂറിങ് ജാനുവരി എന്ന് പറയുന്നുണ്ട്. ജാനുവരി 2025 ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ആ ഒരു സെഷൻ തുടങ്ങുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ വൈകാണ്ട് അവർ റീ ഓപ്പൺ ചെയ്യും. സോ ആ ഒരു സെഷനിൽ നിങ്ങൾ മാക്സിമം വരെ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഫസ്റ്റ് സെഷൻ നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് സെക്കൻഡ് സെഷൻ നമ്മൾ ചെയ്യുന്നത്. സോ സൂൺ അവർ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതെന്ന് പറയുന്നത് അഡ്മിഷൻ ടു April 2025, അതായത് സമ്മർ സെഷനിലേക്കാണ് അവർ ഇൻടേക്ക് വരുന്നത്. ആർക്കെങ്കിലും ഇൻറ്റേൺഷിപ്പ് പ്രോജക്ട്സോ അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കും കൂടെ ഇത് അപ്ലിക്കബിൾ ആണ്. സോ അവർക്ക് അയച്ചു കൊടുക്കുക. സോ അൺഎബിൾ ടു പ്രൊവൈഡ് ഓൺ ക്യാമ്പസ് അക്കോമഡേഷൻ ഫോർ സ്റ്റുഡൻസ്. സോ അവർ അക്കോമഡേഷൻ തരുന്നതല്ല, പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ ക്യാൻറ്റീൻ ലോഡ്ജിങ് ഒരു ഇത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതായത് അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫീ എന്ന് പറയുന്നത് 2500 പെർ മന്താണ് പ്രോജക്റ്റ് ഡെസർട്ടേഷൻ വർക്കായിട്ട് പോവുകയാണെങ്കിൽ PG സ്റ്റുഡൻസിന്. അതേപോലെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പാണ് താല്പര്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർ മന്ത് 5000 റുപ്പീസാണ് ഒരു പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത്. സോ ഈ ഫീ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഡ്യൂറിങ് ദ പ്രോജക്റ്റ് ആ ഡേറ്റ് ഓഫ് അഡ്മിഷൻ അവർ പറയുമ്പോൾ അപ്പോഴത്തേക്കും ഫുൾ പേയ്മെൻറ്റ് അടച്ചിരിക്കുന്നതാണ് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ നെക്സ്റ്റ് ജാനുവരിയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ റെഡി ആയിരിക്കേണ്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എലിജിബിൾ സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്റ്റുഡൻസ് ഡൂയിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ്, അത് ഇപ്പോൾ പെർസ്യൂ ചെയ്യുന്നവരായിരിക്കണം. കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലിക്കബിൾ അല്ല ഇത്. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് MSc MPhil MPharma MCA BTech MTech സ്റ്റുഡൻസ്, അവർക്ക് ടെക് സ്റ്റുഡൻസിനും ഇത് അപ്ലിക്കബിൾ ആണ്.
സോ ഇൻട്രസ്റ്റഡ് ടു ക്യാരി ഔട്ട് ഫൈനൽ ഇയർ പ്രോജക്റ്റ് അല്ലെങ്കിൽ സെമസ്റ്റർ പ്രോജക്റ്റായിട്ട് അവർക്കിത് കരിക്കുലത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. ഓക്കെ, BSc MSc BTech MTech അവർക്കും ഇത് എലിജിബിളാണ് ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് അനിയനോ അനിയത്തോ ആരെങ്കിലും BSc MSc അല്ലെങ്കിൽ MTech പോലുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ്. സോ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റെക്കമെൻഡേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ വേണം. CV നിങ്ങൾ അതുപോലെ അറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യം, മാർക്ക് ലിസ്റ്റ് കാര്യം. കാരണം BScയുടെ മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ PG സ്റ്റുഡൻസ് ആണെങ്കിൽ UGയുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഒരു ഡോക്യുമെൻ്റായിട്ട് പറയുന്നത്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു ആർക്കാണ് ഫീസ് എക്സെപ്ഷൻസും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോർട്ടലിൽ അവർ പറഞ്ഞത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 15th of every month ആൻഡ് ആപ്ലിക്കേഷൻ റിസീവ് അപ് ടു 15th of each month വിൽ ബി സ്ക്രൂട്ടനൈസ്ഡ് പറയുന്നുണ്ട്. സോ അത് ശ്രദ്ധിച്ചിട്ട് ആപ്ലിക്കേഷൻ കാര്യങ്ങളും നെക്സ്റ്റ് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റീ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഓർമ്മിപ്പിച്ച് വെക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ വേണ്ടതെന്ന്. സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ നോക്കുക. നിങ്ങൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ കൂടാതെ ഈ ടെക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഓൾറെഡി ഫിനിഷ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. പൈത്തൺ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MTech സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു ഓപ്പർച്യൂണിറ്റി അവർ നൽകിയിട്ടുണ്ട്. സോ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക. സോ അത് ഓൾറെഡി ഫിനിഷ് ആയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇനിയും ചിലപ്പോൾ അവർ റീ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.